യൂട്യൂബിൽ വൈറലായ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോകുക. അതിന് കൂട്ടി കഴിക്കാൻ ഞാൻ നല്ലൊരു ഇഡ്ഡലി ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ്. ഇത് കണ്ട കലത്തിൽ അരച്ച് വെച്ച നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കോരി ഒഴിക്കുവാണ്. എല്ലാം ഒഴിച്ച് എന്നിട്ട് അടച്ച് വെച്ച് വെക്കുക. തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ്. കുറേ ദിവസമായി ഉണ്ടാക്കണം വിചാരിക്കുന്നത്. അതിന് ഇഡ്ഡലിയും തക്കാളി ചട്നി. അതിന് തക്കാളി എല്ലാം മുറിച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് വെളുത്തുള്ളി ഇവിടെ ഇങ്ങനെ തൂക്കി കറിവേപ്പില നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. ചെറിയ തീയിലാണ് ആക്കുന്നത്. ഒരു ഭാഗം മൂത്ത് ഇനി മറ്റേത് ഇങ്ങനെ ചെറിയ തീയിൽ വേണം ഇതാക്കാൻ. ഇതെല്ലാം നല്ലപോലെ തക്കാളിയെല്ലാം ഞാനതിൻ്റെ മേലെയുള്ള പാടയെല്ലാം പൊളിച്ചെടുത്ത് ഇതുണ്ട്. സവോള കൊത്തി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുങ്ങനെ അരിഞ്ഞതും മല്ലിയിലയും ഉപ്പ് ആവശ്യത്തിന് എല്ലാം, പിന്നെ 3/4 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് നല്ലപോലെ ഇതുകൊണ്ട് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. റെഡിയായി തക്കാളി ചട്നി. യൂട്യൂബിൽ കണ്ടിട്ട് കുറേ നാളായി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതുവരെ നടന്നില്ല. ഇന്നാണ് നടന്നത്. യൂട്യൂബിൽ വൈറലായ തക്കാളി ചട്നി. ഇത് കണ്ടോ എന്നാ ടേസ്റ്റാണെന്നറിയോ. ഇത് ഇഡ്ഡലീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എളുപ്പമുള്ള സംഭവമാണ് ഇതെല്ലാം. ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കും എളുപ്പമുണ്ട്. ഒരു ടേസ്റ്റാണെന്നറിയാം. പൂ പോലത്തെ ഇഡ്ഡലിയാണ് ഇത്. കണ്ടോ നല്ല പൂ പോലെ നല്ല മയമുണ്ട്. അതിലോട്ട് ഈ ചട്നിയും കൂട്ടി കഴിക്കാൻ എന്നാ ഒരു കോമ്പിനേഷനാണെന്നറിയോ. നിങ്ങളെ വായിൽ വെള്ളം ഊറുന്നുണ്ടോ? ഒന്ന് ഉണ്ടാക്കി നോക്കണേ.